സരസ്വതി ശിവസമാരംഭാം ശങ്കരാചാര്യമധ്യം സ്മരിച്ചുകൊണ്ട് മണ്ഡലക്ഷരം ഓമിത്യേതക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യച്ഛാന്യത്ര കാലാതീതം തദപ്യോംകാര ഏവ സർവം ഹേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ് ജാഗ്രതസ്ഥാനോ ദഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുഗ് വൈശ്വാനര പ്രഥമപാദഃ സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിക്തഭുക് തേജസോ ദ്വിതീയപാദഃ യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘനയേവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞസ്തൃതീയപാദഃ യേശ സർവേശ്വര യേശ സർവജ്ഞേഷ അന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭവാപ്യയോ ഹി ഭൂതാനാം നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവിപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്ര മാത്രാസ്യ പാദ അകാര ഉകാരോ മകാരൈതി ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമമാത്ര ആപ്തേരാദിമത്വാദ്വാ ആപ്നോതി ഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യേവം വേദ
സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദുഭയത്വാദ്വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനസ ഭവതി നാസ്യാ ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാനപ്രാജ്ഞോ മകാരസ്തൃതീയ മാത്രാമിതിരപീതിർവാ വിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ അവ്യവഹാരിക പ്രപഞ്ചോ വശമസ്യോ അദ്വൈതൈവ ഓംകാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ. ദ്വൈതപ്രകരണം 40ാമത് കാര്യം. മനസ്സോ നിഗ്രഹായത്തം അഭയം സർവയോഗിനാം ദുഃഖക്ഷയപ്രബോധശ്ച അക്ഷയാ ശാന്തിരേവ ച. യേഷാം ബ്രഹ്മസ്വരൂപവ്യതിരേകേണ രജസർപ്പവത്കൽപ്പിതമേവ മന ഇന്ദ്രിയാണി ച ന പരമാർത്ഥതോ വിദ്യതേ തേഷാം ബ്രഹ്മസ്വരൂപാണാം അഭയം മോക്ഷാഖ്യ അക്ഷയ ശാന്തി. സ്വഭാവത ഏവ സിദ്ധ ന അന്യായത്ത നോപചാര കഥഞ്ജനേത്യവോചാമ. ഇതുവരെ പറഞ്ഞു വന്ന കാര്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്രഹ്മസ്വരൂപാണ്, ബ്രഹ്മസ്വരൂപന്മാരെ കുറിച്ച് പറയുകയാണ്. സ്വയം ബ്രഹ്മസ്വരൂപം തന്നെ ആയവർ എന്താണ് ബ്രഹ്മസ്വരൂപന്മാരുടെ പ്രത്യേകത പറയുന്നു? ബ്രഹ്മസ്വരൂപ വ്യതിരേകേണ രജ്ജസർവോത്കൽപ്പിതമേവ മനേന്ദ്രിയാണിച്ച. അവരുടെ സ്ഥിതി ഒരു പാരമാർത്ഥികമായ നിഷ്ഠയിലാണ്. പാരമാർത്ഥിക നിഷ്ഠയിലിരിക്കെ തന്നെ വ്യാവഹാരികമായ പ്രപഞ്ചത്തിൽ ഇടപെടുന്നുണ്ട്. രണ്ട് സംഭവിക്കുന്നു. രണ്ട് സംഭവിച്ചാൽ ഇത് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോ ബ്രഹ്മനിഷ്ഠ, ബ്രഹ്മസ്വരൂപസ്ഥിതി, അതിൽ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുക. അതെങ്ങനെ? രജ്ജുസർപ്പവത് കൽപ്പിതമേവ. രജ്ജുസർപ്പത്തെ പോലെ കൽപ്പിതമായി അതെല്ലാം പ്രവർത്തിക്കുന്നു. മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു, വ്യവഹാരങ്ങൾ നടക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ തന്നെ എന്ന പരമാർത്ഥതോ വിദ്യതേ, പരമാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഭ്രമ അനുഭവത്തിൽ
അനുഭവപ്പെടുന്ന വിഷയങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥത്തിലില്ല, പ്രതീതിയിലുണ്ട്. ഇത് മുമ്പും ചർച്ച ചെയ്തതാണ്. ആ അനുഭവത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ് തേഷാം ബ്രഹ്മസ്വരൂപമാണ്. അതാണ് ഇവിടെ ബ്രഹ്മസ്വരൂപന്മാരെന്ന് പറയുന്നത് ജ്ഞാനികളുടെ അവസ്ഥ. ഇത് രണ്ടുമുണ്ട് അവിടെ. ഒന്ന് കാൽപ്പനികമായ ഈ പ്രപഞ്ചം, മറ്റൊന്ന് തന്റെ പരമാർത്ഥ സ്ഥിതി. തന്റെ പരമാർത്ഥ സ്ഥിതിയിൽ ഇതൊന്നുമില്ല, എന്നാൽ ഇതെല്ലാം ഉണ്ട്, അത് കാൽപ്പനികമായാണ്. ഈ ഒരു സ്ഥിതിയിൽ അഭയം, അവർ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. അവരഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പരമമായ ശാന്തി പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിന്, അവരുടെ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന പ്രപഞ്ചത്തിന് അവരെ ബന്ധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ആ അഭയത്തെ തന്നെയാണ് മോക്ഷം, മോക്ഷാഖ്യ, മോക്ഷമെന്നും അതിന് പേര് പറയുന്നു. അക്ഷയാശാന്തി. ഒരിക്കലത് കൈവന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും ക്ഷയമില്ല. അക്ഷയമായ ശാന്തി അതവരനുഭവിക്കുന്നു. അതാണ് അതിന്റെ ഫലം, ആത്മനിഷ്ഠയുടെ ഫലം. പരമമായ ശാന്തിയാണ്. ഗീതയിലും ഇക്കാര്യം പറയുന്നുണ്ട്. അചിരേണാധികച്ചതി. ആ പരമമായ ശാന്തി അവർ പ്രാപിക്കുന്നു. അവിടെ എന്താണ് സ്വഭാവതയേവ, സഹജമായി തന്നെ സംഭവിക്കുന്നു. ആത്മനിഷ്ഠ, ആത്മാനുഭവം, ശാന്തി, ഇതൊന്നും സാധാരണ മനുഷ്യൻ അനുഭവപ്പെടുന്നത് പോലെ മനോവൃത്തികൾ കൊണ്ട് അനുഭവപ്പെടുന്നതല്ല. ഇതെല്ലാം ആത്മസ്വരൂപം തന്നെയായി, ആത്മസ്വഭാവം തന്നെയായി, സഹജം തന്നെയായി കഴിഞ്ഞു. അതുകൊണ്ട് പറയുന്നു സ്വഭാവതയോ, സഹജമായി തന്നെ അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പരിശ്രമത്തിന്റെ ഒന്നും ആവശ്യമില്ല. താൻ പരിശ്രമിച്ചാൽ ഉണ്ടാകും, പരിശ്രമിക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയില്ല. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞാണ്, കൃതകൃത്യനാണ്. എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും നേടേണ്ട ആവശ്യം വരുന്നില്ല. അന്യായത്ത, അന്യായത്ത, മറ്റെന്തെങ്കിലും അധീനമല്ല. ഇവിടെ നമ്മൾ മനസ്സമാധാനമോ ശാന്തിയോ എല്ലാം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒന്നുകിൽ ധ്യാനിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപായങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. സത്സംഗം വേണം, എന്തെങ്കിലും വേണം. ഇവിടെ പറയുന്ന അന്യായത്ത, ആത്മനിഷ്ഠനിൽ അന്യായത്തമായി, അന്യാധീനമായി ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ്. കാരണം ആത്മസ്വരൂപത്തിൽ, ആത്മസ്വരൂപം മറ്റൊന്നിനും അധീനമല്ല. ആത്മസ്വരൂപത്തിലാണ് ബാക്കി സർവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്യായത്വമായി, മറ്റൊന്നിന് അധീനമായി ആത്മസ്വരൂപത്തിൽ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് ആത്മനിഷ്ഠനിൽ ഒന്നും തന്നെ അന്യാധീനമായി സംഭവിക്കുന്നില്ല. അജ്ഞനാണെങ്കിലോ സർവ്വതും അന്യാധീനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മനിഷ്ഠന്റെ വ്യവഹാരം പോലും അന്യാധീനമല്ല. നമ്മൾ പറയും എന്താണ്, ലോകരെ കണ്ട് ലോകർക്കനുസരിച്ച് വ്യവഹരിക്കുന്നു, ലോകർക്ക് അനുരൂപനായിരിക്കുന്നു എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ആത്മനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരമേ ആരോപിതമാണ്, പരമാർത്ഥത്തിൽ നിൽക്കുന്നില്ല. പിന്നെ അതിന് പരമാർത്ഥത്തിൽ ഇല്ലാത്തതായ, വാസ്തവത്തിൽ നിലനിൽക്കാത്തതായ ഒന്നിനനുസരിച്ച് തന്നിലൊന്നും സംഭവിക്കാനില്ല. അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അനുകൂലമായതിനെ സംബന്ധിച്ച്
ഉള്ളിൽ അനുകൂല ഭാവങ്ങളുണ്ടാകും, പുറമെ പ്രതികൂലമായതിനെ സംബന്ധിച്ച് പ്രതികൂല ഭാവങ്ങളുണ്ടാകും ബാഹ്യമായി. പക്ഷെ ഇവിടെ ആത്മനിഷ്ഠയെക്കുറിച്ച് പറയുന്നു. ആന്തരികമായ നിഷ്ഠയിൽ അന്യായത്വമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രാരബ്ധം എന്ന് പറയുന്നത്. പ്രാരബ്ധാനുസാരിയായി അനുകൂല പ്രതികൂലങ്ങളോട് പ്രതികരിച്ചാലും അത് അന്യാധീനമല്ല, അജ്ഞന്റേതുപോലെ അന്യാധീനമല്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം അവിദ്യാധീനമാണ്. അവിദ്യാധീനമായിട്ടാണ് അനുകൂല പ്രതികൂലങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നത്. ആത്മനിഷ്ഠനും ബാഹ്യമായി അനുകൂല പ്രതികൂലങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നു എന്ന് തോന്നിയാലും തന്റെ ആന്തരികമായ നിഷ്ഠയിൽ സർവതന്ത്ര സ്വതന്ത്രനാണ്, ഒന്നിനും അനുസരിച്ചല്ല. തന്റെ തന്നെ പ്രകൃതി എങ്ങനെയാണോ ചേഷ്ടിക്കുന്നതനുസരിച്ച് പോകുന്നു. പക്ഷെ താനാ പ്രകൃതിക്ക് അധീനനമല്ല. നോപചാര കഥഞ്ജനയ്ക്ക് അപൂചാമ. ഇക്കാര്യം മുമ്പ് കഴിഞ്ഞ കാരികയിൽ പറഞ്ഞു. നോപചാര കഥഞ്ജന, സമാധി ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ എന്തെങ്കിലും അവിടെ ഒരു പ്രത്യേക അവസ്ഥയെ പ്രാപിക്കേണ്ട ആവശ്യമില്ല. സഹജസ്ഥിതിയെ അങ്ങനെ പറയാൻ പറ്റും. ഇന്നതൊന്നും അല്ല, ഇന്നതാണെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് നോപചാര കഥഞ്ജനയ്ക്ക് അപൂചാമ എന്ന് പറഞ്ഞു. ഇതാണ് പരമാർത്ഥം. കാരണം അടുത്ത് പറയാൻ പോകുന്നത് അതിനെ ഉപസംഹരിച്ചുകൊണ്ട് പറയണം. ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് അത് സഹജമായ ഭാവമാണ്, മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ശ്രവണം, മനനം, നിധ്യാസനം പോലെയുള്ള സാധനങ്ങളെ അപേക്ഷിച്ച് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വ്യർത്ഥമാണ്. ഇതാണ് പരമാർത്ഥം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, ഏതു അതോ അന്യേ യോഗിനഃ മാർഗദാഃ ഹീന മധ്യമദൃഷ്ടയോ മനോ അന്യത് ആത്മവ്യതിരിക്തം ആത്മസംബന്ധി പശ്യതി തേഷാം മോക്ഷഫലം അഹ മനസൈതി തേഷാം ആത്മസത്യാനുബോധരഹിതാനാം മനസ്സോ നിഗ്രഹായത്വം അഭയം സർവേഷാം യോഗിനാം. ഇനി മനോനിഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. ശരിയായ സമാധിയെക്കുറിച്ച് പറയുന്നു. മനോനിഗ്രഹായത്വം അഭയം. നേരത്തെ പറഞ്ഞു സർവയോഗികളും അഭയത്തിൽ ഭയം കണ്ടെത്തുന്നവരാണ്. അവിടെ യോഗികളെന്ന് ഉദ്ദേശിക്കുന്നവര് ഏതു അതോ അന്യേ, ഇവിടെ പറഞ്ഞ ആത്മനിഷ്ഠന്മാരല്ലാതെയുള്ള യോഗികൾ. ആത്മബോധത്തിൽ, തുരിയ ബോധത്തിൽ, മുമ്പ് പറഞ്ഞല്ലോ തുരിയാധികം, അതിൽ ഉണർന്ന് വർദ്ധിക്കാൻ കഴിയാത്തവർ. യോഗിനഃ, അങ്ങനെ അല്ലാത്ത യോഗികളുമുണ്ട്. ആത്മതത്വത്തെ ശ്രവണം ചെയ്തു, മനനം ചെയ്തു, പക്ഷെ അനുഭവം വരുന്നില്ല, അനുഭൂതി വരുന്നില്ല. അവര് യോഗികളാണ്. അവരിവിടെ ഉൾപ്പെടുത്താം, യോഗികളെന്ന് പറയുന്നുണ്ട്. ആത്മനിഷ്ഠ അത് സാധിക്കുന്നില്ല. മാർഗഗാഹ, മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ലക്ഷ്യത്തിലല്ല. ആത്മസ്ഥിതിയാണ് ലക്ഷ്യം. അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞു, അതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നടക്കുന്നില്ല. അതിനുള്ള യോഗ്യതകളെല്ലാം ഉണ്ട്, പക്ഷെ അത് പൂർണ്ണമല്ല. അങ്ങനെ വരുന്നവർ, നമ്മൾ ധരിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥിതി എന്ന് പറയുന്നത് സമാധിയിലിരിക്കുന്നതാണ് എന്നാണ്. ഇവിടെ അതല്ലെന്നാ പറയുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എന്താണ്? നിർവികൽപ്പ സമാധിയിലിരുന്ന് ആ നിർവികൽപ്പ സമാധിയുടെ സുഖത്തിൽ ഈ പ്രപഞ്ചത്തേക്ക് വിസ്മരിച്ച് അങ്ങനെ ഇരിക്കുന്ന യോഗികളും ജ്ഞാനികളും ഒക്കെയാണ് നമ്മുടെ സങ്കല്പത്തിലുള്ളത്.
പറയുന്നു അല്ല, അവരെല്ലാവരാണ് മാർഗകാഹ, മാർഗത്തിലേ ഉള്ളൂ, ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. അവർ ഉത്തമന്മാരല്ല എന്നർത്ഥം. യോഗശാസ്ത്രത്തിൽ യോഗമാർഗത്തെ ശീലിക്കുന്നവരെ സംബന്ധിച്ച് അവർ ഉത്തമന്മാരാണ്. ഇവിടെ ഈ ആചാര്യന്റെ അഭിപ്രായം പറയുകയാണ്, ഇതുവരെ വെളിപ്പെടുത്തിയ തത്വബോധത്തിനനുസരിച്ച് നോക്കുമ്പോൾ അന്യയോഗിനഃ മാർഗകാഹ ഹീനമധ്യമദൃഷ്ടയ, ഒന്നുകിൽ ഹീനന്മാരാണ് അല്ലെങ്കിൽ മധ്യമന്മാരാണ്, എന്തായാലും ഉത്തമന്മാരല്ല എന്നർത്ഥം. ഉത്തമന് സമാധിയുടെ ആവശ്യമില്ല. സമാധിയുടെ ആവശ്യമുള്ളവരാണ് ഹീനമധ്യമന്മാര്. യോഗിനഃ മാർഗകാഹ ഹീനമധ്യമദൃഷ്ടയ. അവർക്ക് അനുഭവം വന്നിട്ടില്ല. അനുഭവത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? സമാധി പരിശീലിക്കുന്നു. അപ്പൊ ഇവിടെ ഇതുവരെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഇവിടെ സമാധി അംഗീകരിക്കുന്നു. സമാധിയോട് വിരോധമൊന്നുമില്ല ആചാര്യൻ. പക്ഷെ സമാധിയാണ് അവസാനം എന്ന് കരുതുന്നതിനെ തിരുത്തുകയാണ്. അതല്ല, സമാധി കൂടാതെ തന്നെ ആത്മനിഷ്ഠനാകാം, അല്ലെങ്കിൽ ആത്മനിഷ്ഠയാണ് സമാധി എന്ന് കരുതേണ്ടത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രപഞ്ച വിസ്മരണമാണ്. ആ പ്രപഞ്ച വിസ്മരണം എന്ന് പറയാം. എങ്ങനെ? അജ്ഞാനകാര്യമായിരിക്കുന്ന ഈ ജീവനെ ബന്ധിക്കുന്ന തരത്തിലുള്ള പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കുന്നു എന്ന് പറയും. ആത്മസ്മൃതിയിൽ പ്രപഞ്ചം വിസ്മരിച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അല്ലാതെ സമാധിയിൽ പ്രപഞ്ചത്തെ വിസ്മരിക്കുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സമാധി നമ്മൾ കരുതുന്നത് പോലെ അത്ര ശ്രേഷ്ഠമായ കാര്യമൊന്നുമല്ല എന്നാണ് ആചാര്യൻ പറയുന്നത്. എന്തുകൊണ്ട്? ഹീനമധ്യമദൃഷ്ടയ, ഹീനമധ്യമാധികാരികൾക്ക് വേണ്ടിയുള്ളതാണ് അത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം അവർക്ക് ശരിയായ തത്വബോധം വന്നിട്ടില്ല. തത്വബോധത്തിനപ്പുറം മറ്റൊന്നുമില്ല ഇവിടെ. അത് അപരോക്ഷമായി അനുഭൂതിയായി സംഭവിക്കും. ആ അനുഭൂതി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതാണ് സമാധി എന്ന്. അതിൽ തെറ്റില്ല. അത് സഹജമായ സമാധി എന്ന് പറയാം. എന്തായാലും അത് ലൗകികമായ അനുഭവങ്ങളിൽ നിന്ന്, പ്രപഞ്ചാനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് ആത്മീയമായ അനുഭവങ്ങളിൽ നിന്നെല്ലാം വിലക്ഷണമാണ്. ഈ പ്രപഞ്ചത്തിന്റെ തുച്ഛത അത് ബോധ്യപ്പെടുകയും തന്റെ നിജസ്ഥിതിയെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് മറ്റുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നും അത് വിലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് തന്നെ സമാധി. അങ്ങനെ അതിനെ സമാധി എന്ന് പറയും. പക്ഷെ നമ്മൾ പല അഭ്യാസങ്ങളിലൂടെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന സമാധിയല്ല. കാരണം ഈ പറയുന്ന സഹജസ്ഥിതി ഒരഭ്യാസത്തിലൂടെയും സാധ്യമല്ല. അതൊരുവനിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഒരു ജീവന്റെ ആത്യന്തികമായ പരിപക്വത കൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാം വന്നു ചേരുമ്പോൾ അവന് സംഭവിക്കുന്നതാണ് സഹജമായി. അതുകൊണ്ടാണ് സഹജമായ സമാധി എന്ന് പറയുന്നത്. അത് മുമ്പ് പറഞ്ഞല്ലോ, ഒരിക്കലും നശിക്കാത്ത അക്ഷയമായ ശാന്തിയാണ്. അവിടെ പിന്നെ അവൻ എന്തിനെങ്കിലും വേണ്ടി എന്തെങ്കിലും അനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആയാസസിദ്ധമല്ല, അനായാസസ്ഥിതിയാണ്. യോഗികൾ അങ്ങനെയാണോ? അല്ല. അവരെന്ത് ചെയ്യുന്നു? വളരെ ക്ലിഷ്ടമായ സാധനാമാർഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു, പലതരത്തിലുള്ള അഭ്യാസങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവർ പലതരത്തിലുള്ള അനുഭവങ്ങളെ നേടുന്നു. പ്രപഞ്ച വിസ്മൃതി ഉൾപ്പെടെയുള്ള ദീർഘമായ സമാധി അവരനുഭവിക്കുന്നു. നിർവികൽപ്പം, അസംപ്രജ്ഞാതം, നിർബീജം എന്നെല്ലാം പറയുന്ന സമാധികളെ, ആ സമാധിയിൽ തന്നെയുള്ള സമാധി ഭേദങ്ങളെല്ലാം അനുഭവിക്കുന്നു.
എന്തൊക്കെയായാലും ശരി ഹീന മധ്യമ ദൃഷ്ടേക, അവരെ കുറിച്ച് ഹീന മധ്യമ ദൃഷ്ടിയിലേ പറയാൻ പറ്റും. ഉത്തമന്മാരെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടതങ്ങനെ സംഭവിക്കുന്നു? ഈ പരമാർത്ഥ തത്വം അവിടെ ബോധിക്കുന്നില്ല. മനോ അന്യത് ആത്മവ്യതിരിക്തം ആത്മസംബന്ധി പശ്യതി. എല്ലാ അഭ്യാസങ്ങളും എവിടെ നമുക്ക് ചെയ്യാൻ പറ്റൂ? മനസ്സിനെ പറ്റൂ. ആത്മാവിലൊരു അഭ്യാസവും നടക്കത്തില്ല. സർവാഭ്യാസങ്ങൾക്കും ആധാരമായിരിക്കുന്നതാണ് ഈ ആത്മാവ്. അതിനെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മാശ്രയദോഷം വരും. താൻ തന്റെ തോളിൽ കയറുന്നു, അത് നടക്കുന്ന കാര്യമല്ല. അതിനൊരു ശ്രമം നടത്തിയാൽ അത് പരിഹാസ്യമായി തീരും. അതുപോലെയാണ് ആത്മാവിൽ ആർക്കും ഒന്നും പ്രവർത്തിക്കാനില്ല. അതുകൊണ്ടാണ് സ്വരൂപസ്ഥിതിയിൽ സർവകർമ്മ ത്യാഗം സംഭവിക്കുന്നു എന്ന് പറയുന്നത്. ബാഹ്യമായോ ആന്തരികമായോ മനസ്സിന്റെ ഏതെങ്കിലും ഒരു അംശം കൊണ്ടോ സമാധി പര്യന്തമുള്ള ഒരു കർമ്മങ്ങളും അവിടെ സാധ്യമല്ല. പക്ഷെ യോഗി അങ്ങനെയല്ല. അയാൾ മനസ്സിൽ പല അഭ്യാസങ്ങളും ചെയ്യുന്നു. അറിയാമല്ലോ, നമ്മളതാണ് ചെയ്യുന്നത്. നമ്മൾ ശ്രവിക്കുന്നു, മനസ്സുകൊണ്ട് ശ്രവിക്കുന്നു. മനനം ചെയ്യുന്നു, മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നു. ധ്യാനിക്കുന്നു, മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു. അവിടെയൊക്കെ നമുക്ക് സ്വന്തമായൊരു മനസ്സുണ്ട്. ഓരോരുത്തരും എങ്ങനെയുള്ള മനസ്സ്? ആത്മനോ അന്യത്, തന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിരിക്തമായൊരു മനസ്സ്. തന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിരിക്തമായൊരു മനസ്സിനെ കാണുന്നു, ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നു. നമുക്കങ്ങനെ പറയാൻ പറ്റും. എന്താണ് എന്റെ മനസ്സ്? അപ്പം ഞാൻ വേറെയായി, എന്റെ മനസ്സ് വേറെയായി. എന്റെ ഉപകരണമായിരിക്കുന്ന മനസ്സ് പറയുന്നു, എന്റെ മനസ്സ് ഏകാഗ്രമാണ്, എന്റെ മനസ്സുകൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എന്റെ മനസ്സിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ആനന്ദമുണ്ടായി, അല്ലെങ്കിൽ ഏകാഗ്രതയുണ്ടായി, മനസ്സ് വിനയിച്ചു പോയി. ഇതെല്ലാം എന്റെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആത്മനോ അന്യത്, തന്നിൽ നിന്നും അന്യമായൊരു മനസ്സ്, തന്നിൽ നിന്ന് അന്യമായ മനസ്സുള്ള ഒരുവന് മാത്രമേ ധ്യാനിക്കാൻ പറ്റൂ, മനനം ചെയ്യാൻ പറ്റൂ, സമാധിയും പറ്റൂ. ആത്മവ്യതിരിക്തം അതെപ്പോഴും എങ്ങനെയായിരിക്കും? ആത്മവ്യതിരിക്തമായിരിക്കും. പരമാർത്ഥം അങ്ങനെയല്ല. കാരണം മനസ്സ് നേരത്തെ പറഞ്ഞല്ലോ, അത് തുര്യന്റെ സ്പന്ദമാണ്. അത് തുര്യനിൽ നിന്ന് അന്യമല്ല. അതാണ് തത്വജ്ഞന്റെ അനുഭവം. ആ അനുഭവത്തിൽ എത്തുന്നതിന് മുമ്പാണ് പറയുന്നത് യോഗി എന്ന് പറയുന്നത്. കാരണം അവൻ മനസ്സിനെ വേറെ കാണും. താൻ മനസ്സിനെ വേറെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം താൻ പരമാർത്ഥത്തെ ഗ്രഹിച്ചിട്ടില്ല. പറഞ്ഞല്ലോ, പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നവന് ഈ അജ്ഞന് അനുഭവപ്പെടുന്ന വിപുലമായ ഈ പ്രപഞ്ചം, അനന്തമായ ഈ പ്രപഞ്ചം പോലും തന്നിൽ നിന്ന് അന്യമല്ലെങ്കിൽ തന്റെ ആന്തരികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ എല്ലാം വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സെങ്ങനെ അന്യമാകും? മനസ്സൊരിക്കലും അന്യമാകത്തില്ല. ആ വ്യത്യാസത്തെ പറയുന്നു. സഹജ സമാധിസ്ഥിതനായിരിക്കുന്നവന് മനസ്സ് വേറെയില്ല, സ്വരൂപ വ്യതിരിക്തമായ ഒന്നും തന്നെ ഇല്ല. പക്ഷെ യോഗി അങ്ങനെയല്ല. യോഗിക്കൊരു മനസ്സുണ്ട്. അതാണ് ആ മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നു, ആ മനസ്സിന്റെ വിക്ഷേപങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നു, മനസ്സിന് നിരോധ സംസ്കാരത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പല അഭ്യാസങ്ങളും ചെയ്യുന്നു. ആ സൂക്ഷ്മമായ വ്യത്യാസം പറയുകയാണ് മനോ അന്യത് ആത്മവ്യതിരിക്തം ആത്മസംബന്ധി. ആത്മസംബന്ധി എന്ന് പറഞ്ഞാൽ എന്റേത്. അങ്ങനെ പറയാനേ നമുക്ക് കഴിയുന്നുള്ളൂ. മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ, മനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ് തന്നെ, മനസ്സിന് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാം പറയുന്നതാണ് ആത്മസംബന്ധി, എന്റെ മനസ്സ് എന്ന് പറയുന്നത്. എന്റെ മനസ്സെന്ന് കരുതുന്നവനാണ് യോഗി എന്ന് പറയുന്നത്.
മനസ്സിനെ സംബന്ധിച്ച് പോലും എന്റേതെന്നുള്ള ഒരു ഭാവമില്ലെങ്കിൽ അത് ജ്ഞാനിയായി. അങ്ങനെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആ ജ്ഞാനിക്ക് തന്റേതായ ഒരു മനസ്സിലെങ്കിൽ എങ്ങനെ വ്യവഹാരം വരും, അതിനെല്ലാം സമാധാനം പറഞ്ഞു കഴിഞ്ഞു. തന്നിൽ കൽപ്പിതമായ ആരോപിതമായ നിലനിൽക്കുന്ന മനസ്സിനെ ആശ്രയിച്ച് വ്യവഹാരങ്ങളെല്ലാം തനിയെ സംഭവിച്ചോളും. തത്വജ്ഞനെ സംബന്ധിച്ച് താനായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അന്നുമ്പ് പറഞ്ഞു, അന്യായത്തമായി അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. യോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അന്യായത്തമായി മനസ്സിന് അധീനമായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. യോഗിയുടെ മനസ്സ് ഏകാഗ്രമാണെങ്കിൽ സമാധി ഉണ്ടാവും. യോഗിയുടെ മനസ്സിൽ വിക്ഷേപം വന്നു കഴിഞ്ഞാൽ യോഗി ബഹിർമുഖനാവും. അതിന് പറയൂ വ്യുത്ഥാനം, സമാധിയിൽ നിന്നുള്ള ഉണർവ്, അത് സംഭവിക്കും. അതൊക്കെ എന്തിനാ? അന്യായത്വം മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്, മനസ്സിന്റെ ഗുണനിലവാരം ആശ്രയിച്ചിട്ടാണ്. നിരോധ സംസ്കാരം അധികരിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സ് പിൻവാങ്ങും. അല്ല, മറിച്ച് വിധാന സംസ്കാരം അധികരിക്കുകയാണെങ്കിൽ മനസ്സ് ബഹിർമുഖമാവും. അവിടെയെല്ലാം യോഗി എന്ത് ചെയ്യുന്നു? തന്റെ മനസ്സിനെ കാണും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് പരമാർത്ഥത്തിലുള്ള യോഗം, എന്താണ് നമ്മൾ ധരിക്കുന്ന യോഗം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയും. പരമാർത്ഥ യോഗം അതാണ് ആത്മജ്ഞന്റെ നില. നമ്മൾ ധരിക്കുന്ന യോഗമാണ് ഈ പറയുന്നത്. മനസ്സിനെ തന്റേതായി കണ്ടുകൊണ്ട് ചെയ്യുന്ന സർവവും തേഷാം മോക്ഷഫലമാകാം. അപ്പം അങ്ങനെയുള്ള യോഗിക്ക് മോക്ഷം ഉണ്ടാകത്തില്ലേ? പറയുമുണ്ടാകാം. ആ മനസ്സിന് അന്യമായി താൻ കാണുന്ന ആ മനസ്സിനെ ശരിയായി ഉപയോഗിച്ചാൽ മതി. അവൻ ആ മനസ്സിലൂടെ അവന് സമാധിയെ പ്രാപിക്കാം. അവനെ നിഷേധിക്കുന്നില്ല. സഹജസമാധിയല്ല, സഹജസമാധിയിൽ മനസ്സിന് അന്യമായി കാണുന്നു. ഇത് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന സമാധി. നിരോധവും വിധാനവുമുള്ള ചിത്തത്തിന്റെ അവസ്ഥ, അതിനാണ് അസംപ്രജ്ഞാതം എന്നെല്ലാം പറയുന്ന സമാധി. അതും ഇവിടെ പറയുന്ന സമാധി യോഗികൾ അനുഷ്ഠിച്ച് എടുക്കുന്ന സമാധിയല്ല. അതിനും വ്യത്യാസവും. അദ്വൈതിയെക്കുറിച്ച് പറയുന്നതാണ് യോഗ വേദാന്തി എന്ന് പറയും. യോഗത്തെ സമന്വയിപ്പിക്കുന്നു. പക്ഷെ അത് പതഞ്ജല മഹർഷി പറയുന്ന യോഗമല്ല. അതിന്റെ വ്യത്യാസം ഇവിടെ പറയും. പക്ഷെ ഇവിടെ ഈ സമാധിയുണ്ട്. മനസ്സിനെ അന്യമായി കണ്ട് അവൻ സമാധി ശീലിക്കുന്നു. ആ സമാധി പ്രജ്ഞയിൽ ആത്മബോധം സ്ഫുരിക്കുന്നു. അതെല്ലാം പറയുന്നു. അവന് ഉത്തമമായ ആത്മനിഷ്ഠയ്ക്ക് അവന് അധികാരി അല്ലെങ്കിൽ അവന് സംഭവിക്കാം ഹീന മധ്യമ മാർഗത്തിലൂടെ, ഹീന മധ്യമ ദശയിലൂടെ അത് സംഭവിക്കാം. തേഷാ മോക്ഷഫലം, അവരുടെ മോക്ഷഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 40ാമത്തെ കാരികയിൽ മനസ്സൈതി തേഷാം ആത്മസത്യാനുബോധരഹിതാന. അതാണ് മുഖ്യം. ആത്മസത്യ അനുബോധം എന്നുവെച്ചാൽ ആത്മസത്യ അനുഭൂതി മുമ്പ് വന്നു. ആ അനുഭൂതിരഹിതാനാം, അനുഭൂതിയില്ലാത്തവൻ അവനാണ് യോഗി. അല്ലാത്തവന് യോഗത്തിന്റെ ആവശ്യമില്ല, സമാധിയുടെ ആവശ്യമില്ല. ചെറു ചോദിക്കും, അങ്ങനെ അനുഭൂതി സമാധി കൂടാതെ സാധ്യമാകുമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ പറയുന്ന ആത്മസത്യ അനുഭൂതി അത് സ്വയം തന്നെ സമാധിയാണ്. അതിന് വേറൊരു സമാധിയുടെ ആവശ്യമില്ല. അതിനെ തന്നെ നമുക്ക് സമാധി എന്ന് വിളിക്കാം. ഈ സമാധി എന്ന് പറയുന്ന ശബ്ദം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വിഭ്രാന്തികളെ ഒഴിവാക്കിയാൽ കാര്യം ശരിയാവും. ഇവിടെ ആത്മസത്യ അനുബോധം തന്നെയാണ് സമാധി. അത്തരത്തിലുള്ള
സമാധി ഇല്ലാത്തവൻ. അതാണ് ആത്മസത്യാനുബോധരഹിതാന. അങ്ങനെയുള്ള ആത്മസത്യാനുഭവം ഇല്ലാത്തവര് അവർക്ക് മനസ്സോ നിഗ്രഹായത്വം, അവർക്ക് മനസ്സിനെ നിഗ്രഹിക്കണം. നിഗ്രഹായത്വം നിഗ്രഹാധീനമാണ്. നേരത്തെ പറഞ്ഞല്ലോ എന്ന അന്യായത്വ തത്വജ്ഞന്റെ സ്ഥിതി മനോനിഗ്രഹത്തിന് അധീനമല്ല. അതാണ് മുഖ്യമായ കാര്യം. എന്ന് പറഞ്ഞാൽ തത്വജ്ഞന്റെ മനസ്സ് അത് നിഗ്രഹിച്ചിരുന്നാലും ശരി, വിക്ഷിപ്തമായിരുന്നാലും ശരി, അതിന് വ്യത്യാസമില്ല. രണ്ടായാലും എന്തുകൊണ്ട് അവിടെ അന്യമായൊരു മനസ്സില്ല. ആത്മാവ് എന്തെല്ലാം ഈ കോലാഹലങ്ങൾ പ്രാപഞ്ചികമായ അതുണ്ടായിരുന്നാലും സദാ അതിൽ നിന്നും മുക്തനായി നിർലേപനായി ഇരിക്കുന്നു. തത്വജ്ഞൻ ആത്മനിഷ്ഠൻ, ആത്മസ്വരൂപം തന്നെ. ഇവിടെ മനസ്സുണ്ടോ ഇല്ലയോ, അതിന്റെ ഗുണങ്ങളോ ദോഷങ്ങളോ ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിന്റെ നിരോധമോ വിധാനമോ ഒന്നും തത്വജ്ഞൻ ആശ്രയിക്കില്ല. പക്ഷെ മറിച്ചാണെങ്കിലോ യോഗി ഹീനമധ്യമന്മാര് മനസ്സോ നിഗ്രഹായുക്തം, അവരുടെ അനുഭൂതികൾ എല്ലാം മനസ്സിന്റെ നിഗ്രഹത്തിന് അധീനമാണ്. അവിടെ നിഗ്രഹിച്ചാലേ പറ്റൂ. അതുകൊണ്ടാണ് യോഗം അജ്ഞന് വേണ്ടി എന്ന് ആചാര്യസ്വാമികൾ പറയും. അതിൽ ആ യോഗത്തിന്റെ നില അനുസരിച്ച് ദേഹാഭിമാനി യോഗി സ്യാത്. ദേഹാഭിമാനം ഉണ്ടെങ്കിലേ ഒരാൾക്ക് യോഗിയാകാൻ പറ്റൂ. കാരണം യോഗം തുടങ്ങുന്ന ശരീരത്തിൽ നിന്നാണ്. ആ ശരീരത്തിന് പിടിച്ച് വളച്ചും തിരിച്ചും ഓടിച്ചും മടക്കിയുമൊക്കെ അഭ്യാസങ്ങൾ കാണിക്കണമെങ്കിൽ ദേഹാഭിമാനമില്ലാതെ അതെങ്ങനെ കാണിക്കാൻ പറ്റും? അതാണല്ലോ യോഗത്തിന്റെ തുടക്കം. അതുകൊണ്ട് പറയുന്നു ദേഹാഭിമാനത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ദേഹത്തിന്റെ തലത്തിൽ വിട്ട് പിന്നെ മനസ്സിന്റെ തലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നു മനസ്സിന്റെ അഭിമാനം വേണം, മനസ്സിൽ മമത വേണം, എന്നാലേ യോഗിയാകാൻ പറ്റും. അതെല്ലാം പറയുന്നുണ്ട്. അതൊന്നും മോശമെന്നല്ല പറയുന്നത്. ഈ പാരമാർത്ഥികമായ നില നമ്മുടെ ധാരണകളിൽ നിന്നെല്ലാം എത്ര ദൂരെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി പറയുകയാണ്. ഇവിടെ ഇനിയും പറയും എന്താണ്, ഒരു മാർഗത്തെയോ ഒരു സാധനയെയോ ഇവിടെ മോശമാണെന്ന് പറയുന്നു. അധികാരികളുടെ വ്യത്യാസമനുസരിച്ച് ജീവന്മാരുള്ളിടത്തോളം ഇതെല്ലാം നിൽക്കും. പക്ഷെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ എത്ര വികലമാണ്, അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആചാര്യൻ ഇങ്ങനെ പറയുന്നത്. അന്യമായിരിക്കുന്ന മനസ്സിനെ നിഗ്രഹിച്ച് നിഗ്രഹായത്വം അഭയം സർവേഷാം യോഗിന, മറ്റ് സർവർക്കും അതാണ്. മനസ്സിൽ ശരീരത്തിനും മനസ്സിനുമൊക്കെ അഭ്യാസം കാണിച്ച് ശരീരത്തിനെ മെരുക്കി മനസ്സിനെ സ്വാധീനമാക്കി വരുന്ന അത്. നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താണ് ഇവിടെ തത്വജ്ഞന്റെ ദൃഷ്ടിയിൽ വെറും തുച്ഛമായ കാര്യങ്ങൾ. അതായത് യോഗത്തെ പരിശീലിച്ച് ഈ ശരീരത്തെ തേജോമയമാക്കി, തേജോമയമായ ശരീരം കൊണ്ട് ഒരു യോഗി കൽപ്പാന്തം വരെ ജീവിക്കുന്നു. കൽപ്പാന്തം വരെ ശരീരമായിട്ട് ജീവിക്കുന്നു. അണിമാതി ഐശ്വര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. സ്ഥൂലമായ ശരീരത്തോടുകൂടി പ്രകടമാകുന്നു, സൂക്ഷ്മമായ ശരീരത്തിൽ അപ്രത്യക്ഷമാകുന്നു, അത്ഭുതങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നു.
ഇതൊക്കെയാണ് യോഗത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിലകൾ. ഒരു കൽപ്പം വരെ ആ ശരീരത്തിൽ അങ്ങനെ ഇരിക്കാം. തീർച്ചയായും അതിനെല്ലാം വളരെ അധിക സാധനങ്ങളും വളരെയധികം അഭ്യാസങ്ങളും ആവശ്യമാണ്. സാധാരണ ആൾക്കാർക്കത് അപ്രാപ്യമാണ്. അനേക ജന്മങ്ങളിലൂടെ മാത്രമേ അങ്ങനെയുള്ള യോഗസ്ഥിതി യോഗനിഷ്ഠയെല്ലാം സാധിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരജ്ഞന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ അതെല്ലാം വളരെ മഹത്വമുള്ളതും വളരെ ശ്രേഷ്ഠവുമാണ്. ഒരു സംശയമില്ല. അങ്ങനെയുള്ള യോഗികളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതെല്ലാം മഹത്വം ഉള്ളത് തന്നെയാണ്. മഹത്വം ഇല്ലെന്നല്ല പറയുന്നു. പക്ഷെ ഏത് നിലയിലാണ് അതിന്റെ മഹത്വമുള്ളത്? അജ്ഞന്റെ നിലയിൽ. ശരീരത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റി യോഗാഭ്യാസങ്ങൾ ഒക്കെ ശീലിച്ചെടുക്കുന്നത് മോശമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. അതൊക്കെ ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അതൊന്നും പരമമല്ല, അതൊന്നും അങ്ങേയറ്റത്തതല്ല. തത്വജ്ഞന്റെ നിലയിൽ നോക്കുമ്പോൾ എന്താണ്? ഈ കൽപ്പാന്തം വരെ ഈ ശരീരത്തെ നിലനിർത്തുന്നതോ, ശരീരത്തിന്റെ ഈ ഭൗതികമായ സ്വഭാവത്തെ മാറ്റി അതിനെ തേജോമയമാക്കുന്നതോ, സൂക്ഷ്മമാകുന്നതോ സ്ഥൂലമാകുന്നതോ, അതൊക്കെ അണിമാതി ഐശ്വര്യമാണ്. അണിമാതി ഐശ്വര്യങ്ങളുടെ ഭാവമായി വരുന്ന ഇതെല്ലാം വെറും തുച്ഛമാണ്. ഈ പ്രപഞ്ചം എങ്ങനെയാണോ കൽപ്പനയായിരിക്കുന്നത്, ഇതെല്ലാം കൽപ്പനയുടെ ഭാഗം മാത്രമാണ്. അതിൽ നിന്ന് അതിരിക്തമായതിന് നിലയില്ല. പ്രപഞ്ചവും തന്റെ മനസ്സും ഉൾപ്പെടെയുള്ള സർവ്വതും കാൽപ്പനികമായിരിക്കുന്നത് പോലെ ഇതും കാൽപ്പനികമാണ്. ഒരു തത്വജ്ഞന്റെ ദൃഷ്ടിയിൽ ഇതൊക്കെ എന്താണോ? തുച്ഛം എന്നർത്ഥം. ആ സ്വരൂപനിഷ്ഠയാണ് അവിടെ ഏറ്റവും മഹത്വമുള്ളതായിരിക്കുന്നു. അതിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള സർവ്വകാര്യങ്ങളും നമ്മൾ അത്ഭുതകരമെന്നും അസാധ്യമെന്നും കരുതുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിസ്സാരവും തുച്ഛവും. എന്തുകൊണ്ട്? അവിടെയെല്ലാം മനസ്സു നിഗ്രഹായത്വം, മനോനിഗ്രഹം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. മനോനിഗ്രഹത്തിന് മനസ്സിനെ അന്യമായി കണ്ടാലേ പറ്റും. അതെന്താ അങ്ങനെ? മനസ്സിനെ അന്യമായി കണ്ടില്ലെങ്കിൽ പിന്നെ നിഗ്രഹിക്കാനൊന്നുമില്ല. നാനാത്വം വരുന്നിടത്താണ് പിന്നെ നിഗ്രഹം വരുന്നത്. നിഗ്രഹത്തിന്റെ ഫലമായാണ് ഈ അണിമാദികളെല്ലാം വരുന്നത്. ഏത് യോഗസിദ്ധിയായാലും ശരി, ഏതൊരു വലിയ യോഗയെക്കുറിച്ച് പറഞ്ഞാലും ശരി, എത്രയോ ജന്മങ്ങൾ കൊണ്ട് ക്ലേശിച്ച് നേടുന്ന ഇതെല്ലാം അണിമാതി സിദ്ധികളിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അവർക്ക് മോക്ഷമില്ല, ഇല്ലെന്നിവിടെ പറയുന്നില്ല. അവർക്കും എന്താണോ? നിഗ്രഹായത്വം അഭയം സർവേഷാം യോഗിനാം. ആ യോഗ വിഭൂതികളോടുകൂടി അവർക്കും അഭയത്തെ പ്രാപിക്കാം. പക്ഷെ ചിലപ്പോൾ ഒരു കൽപ്പാന്തം വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വരും. സദ്യോമുക്തി, അതാണ് ഇവിടെ പറയുന്നത്. ആ സദ്യോമുക്തിയിൽ പിന്നെ കൽപ്പങ്ങളില്ല, ശരീരങ്ങളില്ല, ശരീരത്തിന്റെ രൂപാന്തരങ്ങളില്ല, അണിമാതി ഐശ്വര്യങ്ങളില്ല. അതെല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വെറും കൽപ്പിതമായി മാത്രം. അങ്ങനെയുള്ള തത്വനിഷ്ഠന്റെ പരമമായ നിലയിൽ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഈ യോഗികളെല്ലാം അതിനെ ഭയക്കുന്നു. എന്തുകൊണ്ടവർ ഭയക്കുന്നു? അവർ വളരെ തപസ് ചെയ്ത് നേടിയതെല്ലാം അവിടെ നിഷ്പ്രയോജനമായി തീരുന്നു. അതുകൊണ്ടാണ്. എത്രയോ യുഗങ്ങൾ കൂടിച്ചേരുന്നതാണ് ഒരു കൽപ്പം. അങ്ങനെയുള്ള നിരവധി യുഗങ്ങളിൽ കഠിനമായ സാധനകൾ അനുഷ്ഠിച്ച് നേടുന്ന അണിമാതി ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ബ്രഹ്മസ്വരൂപസ്ഥിതിയിൽ ഇരിക്കാൻ അവർ ഭയക്കും. താൻ ഇതുവരെ ചെയ്ത പ്രയത്നമെല്ലാം വ്യർത്ഥമായി പോകും. അതുകൊണ്ട് അത്തരം യോഗികൾക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. ഈ കൽപ്പം ഒടുങ്ങണം, ഈ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിന്. പക്ഷെ അവർക്കും എന്താണ്? മോക്ഷം സാധ്യമാണ് പറയുന്നു.
നിഗ്രഹായത്വം അഭയം സർവേഷാം യോഗിനാം. സർവയോഗികൾക്കും മോക്ഷം സാധ്യമാണ്. പക്ഷെ അതിന് പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ട് തത്വജ്ഞന്റെ ദൃഷ്ടി. കിഞ്ച ദുഃഖക്ഷയോപി, ദുഃഖക്ഷയവും അവർക്ക് സംഭവിക്കും യോഗികൾക്ക്, സർവേഷാം യോഗിന. അവർ ഭയന്നതിൽ നിന്ന് മാറി നിന്നാലും ഒരുപക്ഷെ അതിനെല്ലാം ഉള്ള യോഗ്യത ഉള്ളവരായിരിക്കും യോഗികൾ. കാരണം അത്രയും തീവ്രമായ സാധനകൾ ചെയ്ത് അവർക്കതിനുള്ള യോഗ്യതകളെല്ലാം അവർ സംഭവിച്ചിരിക്കും. എന്നാലും അവർ ഭയക്കും, നേടിയതിനെ വിടാൻ അവർക്ക് കഴിയത്തില്ല. അതങ്ങനെയാണല്ലോ. ഒരു കുഞ്ഞ് വളരെ നിർബന്ധിച്ച് കരഞ്ഞു പിടിച്ച് ഒരു കളിപ്പാട്ടം കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അതതിനെ മുറുകെ പിടിക്കും, അതിനെ വിടാൻ പറ്റത്തില്ല. അതിനേക്കാൾ വലിയ എന്തെങ്കിലും ഒന്ന് കിട്ടിയാലേ അവൻ അതിനെ വലിച്ചെറിയത്തുള്ളൂ. അതുപോലെയാണ് ഈ യോഗികളുടെയൊക്കെ സ്ഥിതി. അവർ വളരെ കഷ്ടപ്പെട്ട് ഓരോ കളിപ്പാട്ടങ്ങൾ അവർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതിനും വലിയ ഒന്നിനെ കിട്ടിയാലേ അവർക്കത് വലിച്ചെറിയാൻ പറ്റും. അതിനും വലിയതായ സ്വരൂപനിഷ്ഠ. ആ സ്വരൂപനിഷ്ഠയിൽ പിന്നെ ഈ ശരീരത്തെ ചെറുതാക്കുന്നതോ വലുതാക്കുന്നതോ അണിമാതി ഐശ്വര്യങ്ങൾ കാണിക്കുന്നതോ ഇതെല്ലാം കേവലം സർക്കസ് പോലെയുള്ളൂ. 50 രൂപ കൊടുത്ത് കാണത്തക്ക ഒരു സർക്കസ്, ടിക്കറ്റ് എടുത്ത് കാണേണ്ട സർക്കസ് പോലെയുള്ളൂ. തത്വജ്ഞാനിയുടെ മുമ്പിൽ ഈ യോഗിയുടെ ഈ അഭ്യാസങ്ങൾ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ തത്വജ്ഞാനി അത് സർക്കസ് കാണുന്ന പോലെ കാണത്തേ ഉള്ളൂ. അതിന് അതിശയിക്കത്തക്കതായിട്ടൊന്നുമില്ല. മായാകാര്യമായി പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കാം, ആത്യന്തികമായി എന്ത് സംഭവിക്കാം, എന്തിനൊരു വസ്തുവിന്റെ സ്വഭാവത്തെ പോലും വെടിയാം. അതുകൊണ്ട് അണിമാതി ഐശ്വര്യങ്ങൾ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് തുച്ഛമാണ്. രണ്ട് നിലയും കാണിക്കുകയാണ്. യോഗിയുടെ അണിമാതി ഐശ്വര്യങ്ങൾ, അതിലൂടെയെല്ലാം അവർ ആത്യന്തികമായി അവരും എത്തിച്ചേർക്കുന്ന ഈ അഭയ നിലയിൽ തത്വജ്ഞന്റെ ശുദ്ധമായ ആത്മനില, ഇതിനെ രണ്ടിനും ഇവിടെ കാണിക്കുകയാണ്. കിഞ്ച ദുഃഖക്ഷയോവി, ദുഃഖക്ഷയവും സംഭവിക്കുന്നു. നഹി ആത്മസംബന്ധിനി മനസ്സി പ്രചരിതേ ദുഃഖക്ഷയോ അസ്തി അവിവേകിന. മനസ്സ് പറയുന്നു, ആത്മസംബന്ധിയായ മനസ്സിനെയാണ് നിലനിർത്തുന്നതെങ്കിൽ യോഗി അവസാനം എത്തിച്ചേരണം. ഈ പറയുന്ന അഭയപ്രദമായ ഈ പദത്തിൽ യോഗി എത്തിച്ചേരണം. മറിച്ച് ആത്മസംബന്ധിയായി തന്റെ മനസ്സുമായി മനസ്സിനെ സൂക്ഷിക്കുന്നിടത്തോളം കാലം മനസ്സ് ചലിക്കും, അന്യമായി ചലിക്കും. മനസ്സ് ചലിക്കുന്ന ദോഷമൊന്നുമില്ല. മനസ്സ് അഭേദമായി ചലിച്ചാൽ അവിടെ ദോഷമൊന്നുമില്ല. മനസ്സ് ചലിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പരിണാമം. മനസ്സ് പരിണമിച്ചാൽ അത് ഇന്ന രീതിയിലേ പരിണമിക്കാവുന്നു നിയമമൊന്നുമില്ല, ആർക്കും നിയമിക്കാൻ ഒക്കത്തില്ല. കാരണം മനസ്സ് തൃണാത്മികയാണ്. അതെങ്ങനെയും പരിണമിച്ചുകൊണ്ടിരിക്കും. സുഖമായിട്ടും ദുഃഖമായിട്ടും എല്ലാം പരിണമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം മനസ്സിന്റെ പരിണാമമല്ല വാസ്തവത്തിൽ ദോഷം. മനസ്സ് അന്യമായി പരിണമിക്കുമ്പോഴാണ്. മനസ്സിനെ തന്റേതായി സൂക്ഷിച്ചുകൊണ്ട് തന്റേതായ മനസ്സ് പരിണമിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് തന്നെ ബാധിക്കും. അല്ലേ? തന്റേതായ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് ദുഃഖം തോന്നും. അന്യൻ മരിച്ചാൽ ദുഃഖം തോന്നാറില്ല. തന്റേതെന്നുള്ള ഭാവം വരുന്നിടത്തേ ദുഃഖം വരുന്നുള്ളൂ. അതുപോലെ യോഗി മനസ്സിനെ തന്റേതായി സൂക്ഷിച്ചിരിക്കുമ്പോൾ യോഗിയുടെ മനസ്സിന്റെ ചാഞ്ചാട്ടമനുസരിച്ച് ആ ജീവാത്മാവിനും ചാഞ്ചാട്ടങ്ങൾ വരും, അവന് സുഖദുഃഖങ്ങൾ വരും. അതുകൊണ്ട് യോഗി എത്ര കാലം ഈ മനസ്സിനെ തന്റേതായി വെച്ച് അതിൽ അഭ്യാസങ്ങൾ കാണിക്കുന്നു, അതുവരെ യോഗിക്ക് ദുഃഖം നിവൃത്തി ഉണ്ടാകില്ല. ദുഃഖക്ഷയോ അസ്തി അവിവേകിനാം. ആ ദുഃഖക്ഷയം സംഭവിക്കുന്നില്ല. അവിടെ അവിവേകം വന്നിരിക്കുന്നു, വിവേകം വന്നിരിക്കുന്നില്ല. വിവേകം എന്താണ്? അന്യമായി ഒന്നിനെയും കാണാതിരിക്കുന്നതാണ് വിവേകം. സർവത്തെയും
ആത്മഭാവത്തിൽ കാണുന്നതാണ് വിവേകം. പറഞ്ഞല്ലോ വാസുദേവ സർവമിതി, അതാണ് വിവേകത്തിന്റെ അവസാനത്തെ നില. സർവവും വാസുദേവനായി കാണുക. ആ വിവേകത്തിൽ ചോദിക്കുന്നു സർവത്തെയും, സർവം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കാണുന്ന ചരാചരങ്ങളെയെല്ലാം, ഈ കാണുന്ന ചരാചരങ്ങളെയെല്ലാം വാസുദേവനായി കാണുന്നവന് മനസ്സിനെ പിന്നെ വേറെ കാണാൻ പറ്റും. തന്റെ മനസ്സെന്ന് പറഞ്ഞൊരു മനസ്സ് അതവിടെ നിലനിൽക്കത്തില്ല. അതാണ് തത്വജ്ഞന്റെ അവസ്ഥ. സർവചരാചരങ്ങളെയും താനായി തന്നെ കാണുന്നു. അതിന്റെ ഒരു ചെറിയൊരു അംശമേ ആകുന്നുള്ളൂ തന്റെ മനസ്സ്. അതിനെ പിന്നെ വേറെ കാണേണ്ട ആവശ്യമില്ല. യോഗിക്ക് അത് കഴിയുന്നില്ല. യോഗിക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? കാരണം യോഗിക്ക് തത്വബോധം വന്നിട്ടില്ല. അതാ തകരാറ്. ഇവിടെ ഇനി പറയും, ഈ പറയുന്ന തരത്തിൽ യോഗിക്കും അഭയം ശാന്തി ഉണ്ടാകുമെന്ന് പറയുന്നത് തത്വബോധത്തോടുകൂടി യോഗത്തെ അഭ്യസിക്കുന്നവനാണ്. തത്വബോധത്തോടുകൂടി സമാധിക്ക് ശീലിക്കുന്നവനേ ഉള്ളൂ അഭയം പ്രാപിക്കുന്നത്. തത്വബോധമില്ലാതെ സമാധിക്ക് ശീലിച്ചു കഴിഞ്ഞാൽ, സമാധി ശീലിച്ചാൽ അയാൾക്ക് സമാധി ഉണ്ടാകും, അത്രേ ഉണ്ടാകത്തുള്ളൂ. സമാധി എന്ന് പറയുന്ന അയാളുടെ ഒരു നേട്ടമായിരുന്നു. പക്ഷേ മുക്തി അയാൾക്ക് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? സമാധി കേവലം ഒരു സാധനം മാത്രമാണ്, ഒരു ഉപായം മാത്രമാണ്. അത് പരമാവധിയല്ല. അയാൾ ആ ഉപായത്തെ മുറുകെ പിടിച്ചിരുന്നാൽ, ആ ഉപായമാണ് കേമമെന്ന് കരുതിയിരുന്നാൽ പിന്നെ അയാൾക്ക് ആ ഉപായത്തിൽ നിന്ന് മോചനം ലഭിക്കത്തില്ല. അതുകൊണ്ട് തത്വനിഷ്ഠയ്ക്ക് വിഘ്നമായിട്ട് സമാധി പറയുന്നുണ്ട്. അതും പറയുന്നുണ്ട് ഇവിടെ അദ്വൈത ശാസ്ത്രങ്ങൾ. ഒരാൾ സമാധി സംസ്കാരമുണ്ട്, അയാൾക്ക് എപ്പോഴും സമാധിയിലിരിക്കണമെന്ന് ആഗ്രഹം. നിരന്തരം അയാൾ സമാധിയിലിരിക്കണമെങ്കിൽ അയാൾക്ക് തത്വനിഷ്ഠ ലഭിക്കാതെ പോകും. അതും ഒരു വിഘ്നമായിട്ട് നിൽക്കും. അനുഷ്ഠാന വ്യസനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഇതും പറയും. സമാധി അനുഷ്ഠിക്കണം എന്നുള്ള നിരന്തരമായ തോന്നലും അതിന്റെ പരിശീലനവും അതിന്റെ അഭ്യാസവും ഇതിൽ തന്നെ അയാൾ മുഴുകിക്കഴിയും. അയാളുടെ ഉള്ളിൽ തത്വം പ്രകാശിക്കത്തില്ല. യോഗികൾക്ക് അങ്ങനെ പറ്റും. അതിന് പ്രധാനമായ ഒരു കാരണം എന്താണോ? തത്വബോധം ഇല്ല എന്ന് പറയുന്നതിന് കാരണം എന്താണോ? തത്വബോധത്തിൽ അഭേദബോധം വരണം. യോഗിക്ക് അത് വരുന്നില്ല. യോഗി എന്ത് ചെയ്യുന്നു? തന്റെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതാണ് യോഗിക്ക് പറ്റുന്ന ഒരു തകരാറ്. തന്നെ വേറെ കാണുന്നു. താൻ അണിമാതി ഐശ്വര്യങ്ങളുള്ളവനാണ്, താൻ യോഗസിദ്ധികളുള്ളവനാണ് എന്നിങ്ങനെ തന്നെ കണ്ടുകൊണ്ട് തന്റെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. തത്വജ്ഞനാണെങ്കിലോ അന്യനായിട്ട് ആരുമില്ല. താൻ മുക്തൻ, അന്യൻ ബദ്ധൻ എന്നില്ല. കാരണം അന്യനില്ല. സർവവും വാസുദേവനായി കാണുന്നവൻ പിന്നെ അന്യനാരാണ്? അന്യനില്ല. അതാണ് യഥാർത്ഥ തത്വബോധം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അനാദി അനന്തമായ സത്യമായി കാണുന്നു യോഗി. അങ്ങനെ കാണുമ്പോൾ എങ്ങനെ അതിന് തത്വബോധം എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഭേദബോധമാണ്. ഭേദബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വളരെ ഉയർന്ന നിലകളെ പ്രാപിക്കാം. പക്ഷെ അതൊന്നും പരമാർത്ഥമല്ല. ഇവിടെ പരമാർത്ഥത്തെക്കുറിച്ചാണ് പറയുന്നത്. നഹി ആത്മസംബന്ധിനി മനസ്സിൽ പ്രചരിതേ ദുഃഖക്ഷയോ അസ്തി അവിവേകിന കിഞ്ച ആത്മപ്രബോധോപി മനോനിഗ്രഹായത്തേവ. യോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ മനോനിഗ്രഹത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അതും തത്വബോധത്തോടുകൂടി. തത്വബോധത്തോടുകൂടി സഞ്ചരിക്കണം.
തത്വബോധത്തോടുകൂടി പിന്നെ എന്തിനാ സഞ്ചരിക്കുന്നതെന്ന് ചോദിക്കും. അവർ തത്വബോധത്തെ ആർജിക്കുന്നു, പക്ഷെ തത്വബോധം അനുഭൂതിയാകുന്നില്ല. തത്വബോധം അനുഭൂതിയാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? മനോനിഗ്രഹത്തിന് ശ്രമിക്കുന്നു. മനോനിഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ആത്മധ്യാനം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയും. അതുകൊണ്ടാണ് ഇവിടെ അത് പറയാത്തത്. ആത്മധ്യാനത്തിലൂടെ മനോനിഗ്രഹം, ആ മാർഗത്തിലൂടെയാണ് യോഗി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു മനോനിഗ്രഹ ആയത്തേവ. അപ്പൊ യോഗിക്ക് ആത്മപ്രബോധോപി, ആത്മാനുഭവവും മനോനിഗ്രഹാധീനമായി വരാം. പക്ഷെ അവിടെ തത്വബോധത്തോടുകൂടി അനുഷ്ഠിക്കുന്നു. ഇവിടെ രണ്ടു തരത്തിലുള്ള യോഗികളെ കുറിച്ച് പറയുന്നു നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, തത്വബോധമില്ലാതെ പ്രവർത്തിക്കുന്ന യോഗി, മനസ്സിനെ അന്യമായി കണ്ട്, മനസ്സിനെ സത്യമായി കരുതി, പ്രപഞ്ചത്തെ സത്യമായി കരുതി, മനസ്സിനെ നിയന്ത്രിച്ച് പലതരത്തിലുള്ള സമാധിയിലും മറ്റും എത്തിച്ചേർന്ന് അതിലാനന്ദിക്കുന്ന യോഗി. അതിനെക്കുറിച്ച് വേറൊരു ഭാഗത്ത് പറയും, അങ്ങനെ പോകുന്നവന് പ്രകൃതി ലയം വരെയുള്ള സ്ഥാനങ്ങളെ പ്രാപിക്കാം. പ്രകൃതിയെ സത്യമായി കരുതിയിട്ട് ആ പ്രകൃതിയെ, മനസ്സെന്ന് പറയുന്ന പ്രകൃതിയാണല്ലോ, പ്രകൃതിയെ ഉപാസിക്കുന്നു. എന്നുവെച്ചാൽ എന്തിനാണ് ധ്യാനിക്കുന്നത്? ധ്യാനിക്കുന്നത് പ്രകൃതിയുടെ കാര്യങ്ങളായിരിക്കും ധ്യാനിക്കുന്നത്. യോഗശാസ്ത്രങ്ങളിലും മറ്റും പലതരത്തിലുള്ള ധ്യാനങ്ങളെക്കുറിച്ച് പറയുന്നു. സൂക്ഷ്മ തന്മാത്രകളെ ധ്യാനിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ പ്രകൃതിയുടെ തന്നെ ഭാവങ്ങളെ, അസ്മിതാധ്യാനത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങളാണ്. തത്വത്തെയല്ല ധ്യാനിക്കുന്നത്. അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ക് നിഗ്രഹം സംഭവിക്കും. മനസ്സ് ഏകാഗ്രമായാൽ പ്രകൃതിക്ക് നിഗ്രഹം സംഭവിച്ചു തന്നെ തീരും. ആ പ്രകൃതിയുടെ നിഗ്രഹം തന്നെ മനസ്സിന്റെ നിഗ്രഹം. പക്ഷേ പ്രകൃതി അവിടെ ഒടുങ്ങില്ല, അത് മാറി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവന്റെ മനസ്സ് പ്രകൃതിയിൽ വിലയിക്കുന്നത് കൊണ്ട് അത് നമുക്ക് സമാധി എന്ന് പറയാം, നിർവികൽപ്പ സമാധി. അവനും ആ പ്രകൃതിയിൽ വിലയിച്ചിരിക്കും. ആ പ്രകൃതിയിലെ ലയന്മാരെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. മറിച്ചിവിടെ അങ്ങനെയല്ല. അങ്ങനെ അവശേഷിക്കുന്ന ഒരു പ്രകൃതിയില്ല. അങ്ങനെയുള്ള ഒരു പ്രകൃതിയെ, സത്യമായ പ്രകൃതിയെ പിന്തുടരാൻ ഇവിടെ ഒരു മനസ്സില്ല. അങ്ങനെയുള്ള ശരിയായ തത്വബോധത്തിൽ നിന്നുകൊണ്ടൊരുവൻ എന്ത് ചെയ്യുന്നു? അവന് ആത്മാനുഭവമില്ല. ആത്മാവിനെ കുറിച്ച് അവൻ ശ്രവണം ചെയ്തു, ആത്മാവിനെ കുറിച്ച് മനനം ചെയ്തു, അതിന്റെ സ്വരൂപം ഇന്നതാണെന്ന് ഗ്രഹിച്ചു. പക്ഷെ അത് അനുഭവത്തിൽ വരുന്നില്ല. അനുഭവത്തിൽ വരാത്തത് അവന്റെ മനസ്സിന് ഏകാഗ്രതയില്ലാത്തതുകൊണ്ട് തന്നെ. ശ്രവണത്തിനും മനനത്തിനും ധ്യാനത്തിനുമുള്ള ഏകാഗ്രതയുണ്ട്, പക്ഷെ അനുഭവത്തിനുള്ള ഏകാഗ്രത, അനുഭവത്തിനുള്ള ഏകാഗ്രത അത് വിലക്ഷണമാണ്. മനസ്സിന്റെ പരമമായ പക്വതയിൽ മാത്രം സംഭവിക്കുന്നതാണ് അനുഭവത്തിനുള്ള ഏകാഗ്രത. അത് കൈവരിക്കാത്ത ഒരുവൻ അതിനുവേണ്ടി യത്നിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ആണ് ഇവിടെ പറയുന്നത് മനോനിഗ്രഹ ആയത്തേവ. അവനും ആത്മാനുഭവം ഉണ്ടാവാം. അതാണ് ശരിയായിട്ടുള്ള യോഗികൾ. തത്വബോധത്തോടുകൂടി ആത്മധ്യാനത്തിലൂടെ അവൻ ആത്മസാക്ഷാത്കാരത്തിലെത്തിച്ചേരുന്നു. ശ്രുതിയിലും പറയും ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യ. ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ എത്തിച്ചേരാം. ഇതിന്റെ തുടക്കത്തിലൊരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു, എന്താണോ സാധനാന്തരം മൃഗ്യം. ഈ തുരീയ പ്രകാശത്തിന് നിങ്ങൾ ഒരു സാധനയും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് ഇതിന് മറ്റു സാധനങ്ങളിലൂടെ ഇത് സാധ്യമാണ്, ശരിയായ സാധനങ്ങളിലൂടെ ഇത് നേടാവുന്നതാണ്. അതാണ് ഇവിടെ പറയുന്ന യോഗിയുടെ മനോനിഗ്രഹം. തഥാ അക്ഷയാവി മോക്ഷാഖ്യ ശാന്തി തേഷാം മനോനിഗ്രഹായത്ത ഏവ. അപ്പൊ തത്വബോധത്തോടുകൂടി
ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന യോഗിക്കും ആത്മധ്യാനത്തിലൂടെ അക്ഷയമായ മോക്ഷാഖ്യ മോക്ഷം എന്ന് പറയുന്ന ശാന്തി അവർക്ക് മനോനിഗ്രഹാധീനമായി വന്നുചേരും. രണ്ട് മാർഗങ്ങളിവിടെ വേർതിരിച്ച് കാണിക്കുകയാണ്. യോഗിയും ഒടുവിൽ അവിടെ എത്തിച്ചേരും. അപ്പോൾ യോഗികളും നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. മനസ്സോ നിഗ്രഹായത്തം അഭയം സർവയോഗിനാം ദുഃഖക്ഷയ പ്രബോധശ്ച പ്യക്ഷയ ശാന്തിരേവ ച ഉത്സേക ഉദധിർയദ്വദ് കുശാഗ്രേണൈകബിന്ധുനാ മനസ്സോ നിഗ്രഹസ്തദ്വദ് ഭവേത് അപരിഖേദതഃ. ഈ ശ്ലോകം പല ഭാഗങ്ങളിലും കാണുന്നതാണ്. മനസ്സോ നിഗ്രഹേ തേഷാം ഉപായം യോഗികളുടെ ഉപായത്തെക്കുറിച്ച് പറയും. യോഗികൾ എന്ത് മാർഗത്തെ അവലംബിച്ചിട്ടാണ് ഈ മനസ്സിനെ നിഗ്രഹിച്ചിട്ട് സത്യത്തെ സാക്ഷാത്കരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ്. മനോനിഗ്രഹോപി തേഷാം അവർക്ക് ഉദധേഹേ കുശാഗ്രേണ ഏകബിന്ദുന ഉത്തേജനേന ശോഷണ വ്യവസായവത് കുശാഗ്രം കൊണ്ട്, കുശപ്പുല്ല് അതിന്റെ അഗ്രം കൊണ്ട്, അത് വളരെ ചെറുതാണ്, അതുകൊണ്ട് ദർഭപ്പുല്ല് സമുദ്രത്തിൽ മുക്കിയിട്ട് ഒരു പുല്ല് അത് കരയിലേക്ക് കുടഞ്ഞ് ആ വെള്ളത്തെ കളഞ്ഞ് സമുദ്രത്തെ വറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെ. എന്നിട്ട് അസാധ്യമെന്നല്ല ഇവിടെ പറയുന്നത്, നമുക്ക് അസാധ്യമൊന്നും പക്ഷെ ഇത് സാധ്യമാണെന്നാണ്. അതാണ് മനോനിഗ്രഹോപി തേഷാം ഉദധേഹേ കുശാഗ്രേണ ഏകബിന്ദുന. ഒരു സമയം സമുദ്രത്തിലേക്ക് ദർഭയുടെ ഒരറ്റത്തെ അതിലൊന്ന് മുട്ടിക്കുന്നു, അതിൽ നിന്ന് കരയിലേക്ക് ഒരു തുള്ളി കുടയുന്നു. അങ്ങനെ കുടയുക, കുടഞ്ഞു കുടഞ്ഞു കുടഞ്ഞ് സമുദ്രത്തിലെ മുഴുവൻ ജലത്തെയും കുടഞ്ഞു കളയും, സമുദ്രത്തെ വറ്റിച്ചു കളയും. അത് അപ്രായോഗികവും അസാധ്യവുമായിട്ട് തോന്നാമെങ്കിലും ഉത്സേചനേന വറ്റിക്കൽ, അതിലൂടെ ശോഷണ വ്യവസായവത് ഉണക്കുന്ന അധ്വാനം പോലെ. സമുദ്രത്തിൽ ഒരാൾ ഉണക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ ദർഭ കൊണ്ട് തുള്ളിയായിട്ട് ഇറ്റിച്ചിറ്റിച്ച്, അല്ല ജലം മുഴുവൻ വറ്റിക്കാമെന്ന് ഒരാൾ കരുതുകയാണ്. പക്ഷെ അതുപോലെ വ്യവസായവതാം യോഗികൾ പരിശ്രമിക്കുന്നവർ, തത്വബോധത്തോടുകൂടി പരിശ്രമിക്കുന്നവർ, അതും അനവസന്ന അന്ധക്കരണാനാം തളരാത്ത മനസ്സുള്ളവർ, അങ്ങനെയുള്ള യോഗികൾ. അനിർവേദാ അവർ അതിൽ വിരക്തി വരാത്തവർ, സാധനയിൽ വിരക്തി വരാത്തവർ, നിർവേദം പ്രാപിക്കാത്തവർ, അപരിഖേദത ആലസ്യം കൂടാതെ എന്ന് പറഞ്ഞാൽ ഉത്സാഹപൂർവം പരിശ്രമിക്കുന്നവർ, അവർക്ക് അസാധ്യമായി തീരും. ഇവിടെ ചോദിക്കുന്ന ഇതാണ്, മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാകും? മനസ്സിന്റെ സ്വരൂപം എന്താണെന്ന് പിടിയില്ല, അതെത്ര വലുതാണെന്നറിയില്ല, അതൊരിക്കലും സ്വന്തം പിടിയിൽ വരുന്ന ഒന്നല്ല. അങ്ങനെയുള്ള മനസ്സിനെ ജയിച്ചിട്ട് ആത്മലാഭം ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളതിനാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിനെ നിരന്തരമായ തളരാത്ത പ്രയത്നം കൊണ്ട് മനസ്സിനെ സ്വാധീനമാക്കാം എന്ന് പറയുമ്പോൾ എന്താണ്? നിരന്തരമായ തളരാത്ത പ്രയത്നം കൊണ്ട് മാത്രമേ മനസ്സിനെ സ്വാധീനമാക്കാൻ പറ്റൂ എന്നുകൂടെയാണ്. അല്ല, മനസ്സിനെ സ്വാധീനമാക്കാൻ പറ്റത്തില്ല. അതിന് പ്രസിദ്ധമായ ഒരു
ഉദാഹരണം പറയും, ഒരു കഥ പോലെ. എന്താണ്? അതിനോട് ചേർത്താണ് ഈ ശ്ലോകത്തെ എല്ലായിടത്തും പറയുന്നത്. ഒരു സമുദ്രത്തിന്റെ കരയിൽ കാടപ്പക്ഷികൾ, ചെറിയ പക്ഷികളാണ്, അത് കൂടുകെട്ടി മുട്ടയിട്ടു. സമുദ്രം ഒന്ന് ഉയർന്നു, അതിന്റെ അലകൾ വന്ന് ഈ മുട്ടയെ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി. അത് പക്ഷികൾക്ക് വളരെ വേദനയുണ്ടാക്കി. സമുദ്രം മുട്ടയെ അപഹരിച്ചതുകൊണ്ട് സമുദ്രത്തോട് അവയ്ക്ക് ദേഷ്യമുണ്ടായി. അവർ വിചാരിച്ചു, എന്തായാലും ശരി, ഇനി സമുദ്രത്തിനെ വറ്റിച്ചിട്ട് എന്ന കാര്യം, സമുദ്രത്തോട് പകരം വീട്ടിയിട്ട് എന്ന കാര്യം. അതിനെന്താ അവർ ചെയ്തത്? ആ രണ്ട് പക്ഷികളും കൂടി സമുദ്രത്തിന്റെ കരയിലിരുന്ന് അതിന്റെ കൊക്കുകൊണ്ട് വെള്ളം കോരി കരയിലൊഴിക്കാൻ തുടങ്ങി. ഇത് വിശ്രമമില്ലാതെ തുടർന്നു എന്നാണ് ഈ രണ്ട് പക്ഷികൾ. സമുദ്രത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. രണ്ട് ചെറിയ പക്ഷികൾ അതിന്റെ കൊക്കുകൊണ്ട് സമുദ്രത്തിലെ വെള്ളത്തെ കോരി മാറ്റാൻ ശ്രമിച്ചാൽ അത് എവിടെ ചെന്നെത്താനാണ്? ഒന്നും സംഭവിക്കത്തില്ല. പണ്ട് നടന്ന ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ നടന്നു എന്നാണ്. അത് സംഭവിച്ചില്ലെങ്കിലും കാര്യം വലിയൊരു വാർത്തയായി. എല്ലാ മാധ്യമങ്ങളിലും അത് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി അത് അറിയാനിടയായി. ഇങ്ങനൊരു സംഭവം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പക്ഷികൾ സമുദ്രത്തെ വറ്റിക്കാൻ ശ്രമിക്കുന്നു. അവർ തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നുണ്ട്, അവരുടെ ജോലിയിൽ തന്നെ മുഴുകയാണ്. ഇത് കാണാൻ വേണ്ടി ദേവന്മാരും ഋഷികളും എല്ലാം സമുദ്ര തീരത്ത് വന്ന് ഈ ഒരു അത്ഭുതം കാണും. പക്ഷികൾ വീണ്ടും വിചാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അത് പ്രവർത്തിക്കുന്നു, നിർത്താതെ പ്രവർത്തിക്കുന്നു. രണ്ടിലൊന്ന്, ഒന്നുകിൽ അവിടെ മരിച്ചു വീഴും, അല്ലെങ്കിൽ സമുദ്രം പറ്റും. മരിച്ചു വീഴുമെന്നുള്ള ഉറപ്പാണ്, എന്നാലും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷികളെല്ലാം കൂടി, ദേവന്മാരെല്ലാം ഇവിടെ വന്നു. നാരദ മഹർഷി വന്നു. അപ്പോൾ നാരദ മഹർഷി എന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് നേരെ ഗരുഡ ഭഗവാനെ സമീപിച്ച് പറഞ്ഞു, ഇത് പക്ഷികുലത്തിന് അപമാനം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഈ രണ്ട് പക്ഷികൾ ഇത്രയും വാശിയോടുകൂടി പരിശ്രമിക്കുന്ന കണ്ടിട്ട് ആ സമുദ്രം ആ മുട്ടയങ്ങ് തിരിച്ചു കൊടുക്കണ്ടേ? അത് ചെയ്യുന്നില്ല. അതിന്റെ അഹങ്കാരമാണ്, ആ സമുദ്രത്തിന്റെ വരുണ ഭഗവാന്റെ അനുഗ്രഹം, ആ അഹങ്കാരമാണത്. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഈ ഒരു സംഭവം കാണാൻ ദേവന്മാർ കൂടി അവിടെ ചെന്നു. ദേവന്മാർ കൂടി ചെന്നിട്ട് വരുണഭഗവാൻ അത് കണ്ടതായി നടിച്ചിട്ടില്ല. മുട്ട ഇപ്പോഴും സമുദ്രത്തിന്റെ കയ്യിലാണ്, അതുകൊണ്ടിത് ശരിയല്ല. പക്ഷികൾ പരാജയപ്പെട്ടാലോ അത് പക്ഷികുലത്തിന് തന്നെ ഇനി അപമാനമായി തീരും. ഗരുഡനായിരുന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഗരുഡ ഭഗവാനെ ക്ഷോഭിപ്പിച്ചു. കേട്ട് കഴിഞ്ഞപ്പോൾ ഗരുഡ ഭഗവാനും പക്ഷികൾ അത്ര മോശക്കാരാണ്, അതിപ്പോ വരുണന് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? വൈകുണ്ഠത്തിൽ നിന്ന് നേരെ വന്നു തന്റെ ശരീരത്തെ, തന്റെ രൂപത്തെ ആകാശത്തോളം വലുതാക്കിയിട്ട് സമുദ്രത്തിന്റെ മേളിൽ നിന്ന് ഫാൻ വീശുന്നത് പോലെ തന്റെ ചിറകെടുത്തൊരു വീശൊക്കെ വീശി. സമുദ്രത്തിന്റെ ഒട്ടുമുക്കാൽ വെള്ളവും ആവിയായിപ്പോയി. ഉടനെ വരുണഭഗവാൻ ഭയന്നു. രണ്ട് കയ്യിൽ രണ്ട് മുട്ടയുമായി ചെന്നു പക്ഷികളുടെ കാക്കൽ വെച്ച് നമസ്കരിച്ചു. പക്ഷികൾ ജയിച്ചു. അപ്പോൾ എന്താണ്? അപരീക്ഷേതഃ, ക്ഷീണിക്കാതെ പരിശ്രമിച്ചാൽ, ഇതൊന്നും ആരും പ്രതീക്ഷിച്ചല്ല. ആ പക്ഷികൾ ഈ പണി ചെയ്യുമ്പോൾ ആരും സ്വപ്നത്തിൽ കൂടി കരുതിയില്ല ഈ സമുദ്രം പറ്റിപ്പോകും. പക്ഷേ ഫലത്തിൽ സമുദ്രം ഒട്ടുമുക്കാലും പറ്റിപ്പോയി. ഗരുഡ ഭഗവാനാണ് അത് ചെയ്തതെങ്കിലും ആ പരിശ്രമത്തിന്റെ ഫലം എവിടെ ചെന്ന് നിന്നു? ഇതാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. തികച്ചും അസംഭവമെന്ന് ഒന്നും പറയാൻ വയ്യ.
സമുദ്രത്തെ പക്ഷികൾക്ക് പറ്റിക്കാൻ കഴിയുമോ? സാധാരണഗതിയിൽ അത് നമ്മൾ പറയും അതൊന്നും പ്രായോഗികമല്ല, നടക്കുന്ന കാര്യങ്ങളല്ല. ധ്യാനിക്കുന്നതിനും നല്ലത് കിളയ്ക്കുന്നതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതൽ അതിന് സമയം കണ്ടെത്തുന്നത്. കാരണം അത് നടക്കുന്ന കാര്യമല്ല. ഈ മനസ്സൊന്നും ഒരിക്കലും ധ്യാനം എന്തോന്ന്, സത്സംഗം, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള വേറെ ഒരുപാട് പണികളുണ്ട് എന്നാണ് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത്. തനിക്കെന്താ പറ്റിയത്? ഇതൊന്നും പറ്റിയല്ല, നല്ലതൊന്നും തനിക്ക് പറ്റിയതല്ല എന്നാണ് ഓരോരുത്തരും തന്നെക്കുറിച്ച് ധരിക്കുന്നത്. പക്ഷെ ആ പക്ഷികൾ അങ്ങനെ ധരിച്ചില്ല. അവർ വിചാരിച്ചത് സാധിക്കുമെന്ന് തന്നെയാണ്. സാധിക്കില്ല, അതിന്റെ പ്രായോഗികതയെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കാൻ പോയി. എന്തായാലും സമുദ്രത്തെ വറ്റിക്കുക, മുട്ടയെ തിരിച്ചെടുക്കും. സമുദ്രം ശരിക്കും പൂർണ്ണമായും വറ്റിയില്ല, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചു. അപ്പോൾ പരിശ്രമം കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ട് ആർക്കും എന്തുമാകാം എന്നാണ് ഇവിടെ പറയുന്നത്. പരിശ്രമിച്ചാൽ എന്തും നേടാം, എന്തിനേയും ജയിക്കാം, മനസ്സിനെയും ജയിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ തളരാതെ പരിശ്രമിക്കണം. നമ്മൾ ധ്യാനിക്കുന്നത് പോലെയല്ല. വാശിയോടുകൂടി ഇന്ന് ധ്യാനിക്കുക, പിന്നെ വാശിയോടുകൂടി കുറച്ചു ദിവസം ധ്യാനിക്കാതിരിക്കുക. അങ്ങനെയല്ല. രണ്ടിനും നമുക്ക് വാശിയാണ്. ചെയ്യുന്നതിനും വാശിയാണ്, ചെയ്യാതിരിക്കുന്നതിനും വാശിയാണ്. എന്തുകൊണ്ടാണ്? ചെയ്യുന്നതിന് പ്രത്യക്ഷമായ ഫലമൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ്. മനഃപൂർവ്വമല്ലാരും. അടുത്ത് അതിനെക്കുറിച്ചും പറയും. ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരും, അല്ലെങ്കിൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ വരും. ഇതൊന്നും വന്നില്ലെങ്കിൽ നടുവേദനയെങ്കിലും വരും. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ അത് അവസാനിപ്പിക്കാനുള്ള പണികൾ കണ്ടെത്തും, ഉപായം കണ്ടെത്തും, അത് അവസാനിപ്പിക്കും. നമുക്ക് പറഞ്ഞിട്ടുള്ള പണിക്ക് പോവുകയും ചെയ്യും. വിധാതാവ് തലയിൽ വരച്ചിരിക്കുന്നതല്ലേ ഒരുതിന് ചെയ്യാൻ പറ്റും. അതേ അവന് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാട്ടിൽ പൊതുവെ ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന ഒരു ജോലി, അത് ഏത് ജോലിയും ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതിന് എന്നെക്കുറിച്ചാണെന്ന് ധരിച്ചാലോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു പണി ചെയ്തുകൊണ്ടിരുന്ന ആള്, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആള് ഇയാൾ ഈ പണി ഇത്രയും ആത്മാർത്ഥമായി ചെയ്യുന്നുകൊണ്ട് ഏതോ ദേവന്മാർക്ക് ഇയാളോട് കാരുണ്യം തോന്നി. കാരുണ്യം തോന്നിയുകൊണ്ട് എന്ത് ചെയ്തു? ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഇയാളെ ഡയറക്റ്റായിട്ട് സ്വർഗത്തിലേക്ക് നേരെ അങ്ങെടുത്തു. ഇടയ്ക്ക് വൈതരണികളൊന്നും കടത്താതെ തന്നെ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അയാളൊരു ചൂലും ബക്കറ്റുമായിട്ട് അന്വേഷിച്ച് കിടന്ന് ഈ പണി ചെയ്യാൻ ഇവിടെ എവിടെയാ സ്ഥലം കിട്ടുന്നതാണ്. അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷെ എന്നാലും അയാൾക്ക് ആ പണി തന്നെ അവിടെ ചെയ്യണം. അവസാനം ദേവൻ പറഞ്ഞു, ശരി, എന്നാൽ നീ ഭൂമിയിലേക്ക് തന്നെ പോകും. ഇവിടെ താമസിച്ചുകൊണ്ട് ഈ പണി ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല. എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഭൂമിയിലേക്ക് പോകും. അതുകൊണ്ട് സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിധാതാവ് എന്താണോ തന്റെ തലയിൽ വരച്ചിരിക്കുന്ന അതേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ധ്യാനവും ജപവും സാധനകളും അതിനേക്കാൾ രുചി വേറൊന്നിലാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തനിക്ക് ഫലം കിട്ടുകയില്ല എന്ന് കരുതിയോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഫലം കണ്ടില്ല എന്ന് കരുതിയോ, ഒരുവനതിന് ജിജ്ഞാസയുണ്ട്, ഏതെങ്കിലും തരത്തിൽ അവന്റെ ഉള്ളിൽ പൂർവ്വവാസനയുണ്ട്. അതുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വഴിയിലേക്ക് വരുന്നത്. ഉണ്ടെങ്കിൽ അവൻ അത് തന്നെ ചെയ്യണമെന്നാണ്. മുഖ്യമായിട്ടും അത് തന്നെ ചെയ്യും.
ചെയ്തു കഴിഞ്ഞാൽ എന്നായാലും അത് ഫലത്തെ കൊടുക്കും. പക്ഷെ അവിടെ അപരിഖേദത പറയുന്നു. അനിർവേദം, തളർന്നു പോകാതെ, അത് അവസാനിപ്പിക്കാതെ, അതിന്റെ ഫലം കണ്ടെത്തുന്നത് വരെ നിരന്തരം പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഉത്സേക ഉദധേർ യദ്വത് കുശാഗ്രേണൈക ബിന്ധുന മനസോ നിഗ്രഹസ്തദ്വത് ഭവേത് അപരിഖേദതഃ.